ഗൈസ്, അപ്പം ഫസ്റ്റത്തെ എൻ്റെ ട്രേഡ് നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടു കാണും. എൻ്റെ $10 ഞാൻ $16 ആക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്നായിരുന്നു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. 1:2, ഓൾമോസ്റ്റ് 1:2 റിസ്ക് റിവാർഡായിരുന്നു. 4 പോയിൻറ്റ് സംതിങ് റിസ്ക്കും റിവാർഡ് ഞാൻ വെച്ചിരുന്നത് $8 ആയിരുന്നു ഓൾമോസ്റ്റ്. ബട്ട് എനിക്ക് ആ $8 ക്ലോസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം അവിടെ നിന്ന് റിജക്ഷൻ 1 മിനിറ്റിൽ റിജക്ഷൻ കാണിച്ച സമയത്ത് ഈ റിജക്ഷൻ ക്യാൻഡിൽ, അതായത് ഇത് എൻഗൾഫ് ചെയ്തിട്ടൊരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത സമയത്ത് ഞാനത് എക്സിറ്റ് ചെയ്തു. കാരണം പിന്നെ അത് ഈ മാർക്കറ്റ് ഇങ്ങനെ പോകുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ്. നമ്മൾ ജസ്റ്റ് നമ്മളെ റൂൾ ഫോളോ ചെയ്യുക, ക്യാൻഡിൽ പാറ്റേൺ നോക്കുക, അതിൽ നമുക്ക് ഇൻഡിക്കേഷൻ തരുന്ന സമയത്ത് നമ്മളത് എക്സിറ്റ് ചെയ്യുക, അത്ര നമ്മൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഓൾ അബൌട്ട് നമ്മൾ എന്താണോ നമ്മൾക്ക് സ്ക്രീനിൽ കാണുന്നത് ആ സമയത്ത് നമ്മൾ അതിനനുസരിച്ചിട്ട് ആക്ട് ചെയ്യുക, നമ്മളെ കറക്റ്റ് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക, അതിൽ നമ്മൾ വിട്ടുവീഴ്ച കാണിക്കാതിരിക്കുക, അതാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഞാൻ അടുത്ത ട്രേഡ് എടുക്കാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഏരിയ നിങ്ങൾ കണ്ടല്ലോ, ഈ ഈ ഒരു പാറ്റേൺ മാർക്കറ്റ്, ഈ പാറ്റേണിലാണ് ഇപ്പം മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഇവിടെ നിന്ന് ഇൻ കേസ് ഇത് ഈ ഒരു ബ്ലൂ ലൈൻ ക്രോസ് ചെയ്തിട്ട് മുകളിലാണ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ, ഈ 4 മിനിറ്റ് ഈ ക്യാൻഡിലും ബാലൻസ് ഉണ്ട്, 4 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലോട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ബൈ സൈഡിലായിരിക്കും മിക്കവാറും ട്രേഡ് എടുക്കുക. ബട്ട് അഥവാ ഇതിൻ്റെ അകത്ത് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ബ്ലൂ ക്യാൻഡിൽ ഈ ബ്ലൂ ലൈനിൻ്റെ അകത്ത് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഉറപ്പായിട്ടും ഒരു സെൽ സൈഡിലോട്ട് റിസ്ക് എടുക്കും. അപ്പം ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ട്രേഡ് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഇൻഡിക്കേഷൻ മാർക്കറ്റ് തരും, അത് തരുന്നവരെ വെയിറ്റ് ചെയ്യുക, അത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ മാർക്കറ്റ് എന്തായാലും എവിടെയും പോകില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ വെയിറ്റ് ചെയ്യുക. പേഷ്യൻസ് ഈസ് ദ കീ. മാർക്കറ്റ് ട്രേഡിങ്ങിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എത്രത്തോളം പേഷ്യൻ്റ്, ചിലപ്പോൾ നമുക്ക് ആ ട്രേഡ് മിസ്സാവും. ബട്ട് നമ്മളെ എന്താണ് നമ്മൾ റൂൾസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ റൂൾ കറക്റ്റായിട്ട് വർക്കൗട്ട് ആവാത്ത പക്ഷം നമ്മൾ ട്രേഡിങ്ങിൽ ഒരു കാരണവശാലും എൻ്റർ ചെയ്യരുത്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് കോൺഫിഡൻസ് പോവും, ഒന്ന്. രണ്ടാമത്തെ, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അതാ നമ്മൾ റൂൾസ് ഒന്നും ബേസ് ചെയ്യാതെ ഒരു ജസ്റ്റ് ഹോപ്പ് ട്രേഡിങ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ക്യാപിറ്റൽ പെട്ടെന്ന് വൈപ്പ് ഔട്ട് ആവും, വേറെ ഒരു ഗുണവും അതിനൊന്നും ഉണ്ടാവില്ല. സോ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ഏരിയ റിജക്ഷൻ ഏരിയ ഉണ്ട്, ബട്ട് സ്റ്റിൽ നോട്ട് ടച്ച്ഡ്. ഈ ഒരു ഏരിയ ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. ഈ നെക്സ്റ്റ് 3 മിനിറ്റ്, അതായത് 15 മിനിറ്റ്സിൽ അടുത്ത 3 മിനിറ്റ് കൂടെ ഉണ്ട്, അത് 15 മിനിറ്റ്സ് ക്ലോസ് ആവാൻ. സോ അതെങ്ങനെയാണ് ക്ലോസ് ആവുന്നത് എന്നുള്ളത് നമുക്ക് ഇത് ഒബ്സർവ് ചെയ്യണം. അപ്പം ആദ്യം ഞാൻ 5 മിനിറ്റ് നോക്കുകയാണ്. 5 മിനിറ്റ് ക്ലോസ് ആവാൻ ഇനി ഓൾമോസ്റ്റ് 2 മിനിറ്റ് 50 സെക്കൻഡ്സ് ബാക്കിയുണ്ട്. സോ ഈ 5 മിനിറ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഈ 3 മിനിറ്റ് ക്യാൻഡിൽ ഇതെങ്ങനെ ക്ലോസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതി നോക്കിയതിന് ശേഷം മാത്രമേ അടുത്ത ട്രേഡിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റും. സോ നമ്മൾ വെയിറ്റ് ചെയ്യാണ്, ഈ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കട്ടെ. ഞാൻ എൻ്റെ റിസ്ക് അപ്പറ്റൈറ്റ് ഈ ട്രേഡിൽ വെക്കുന്നതും സെയിം ആണ്. $5 റിസ്ക് ആണ്, $5 പ്രോഫിറ്റ് ആണ്. ശരിക്കും 1:1 ഇപ്പം റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം നമ്മളെ റേഞ്ച് അത്രയും നമ്മളെ ഈ ക്യാപിറ്റൽ അത്രയും കുറവാണ്. സോ അറ്റ്ലീസ്റ്റ് 1:1, അതല്ലെങ്കിൽ അതിന് ട്രേഡ് നമ്മളെ എഗെയിൻസ്റ്റ് ആണ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യും. അതല്ല നമുക്ക് അനുകൂലമായിട്ടാണ് ട്രേഡ് പോകുന്നതെങ്കിൽ ആ ട്രേഡ് ഞാൻ ട്രേഡ് ചെയ്യും. മാക്സിമം എത്ര പ്രോഫിറ്റ് എടുക്കാൻ പറ്റും നമ്മളെ ഈ ട്രേഡിംഗ് സെറ്റപ്പ് അനുസരിച്ചിട്ട്, അതിനനുസരിച്ച് ഞാൻ മാക്സിമം എടുക്കാൻ ശ്രമിക്കും. ത്രീ മിനിറ്റിൽ ഇൻഫാക്ട്
ഈ ഇ എം എ അഥവാ സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫാക്റ്റ് ഒരു ബൈ പൊസിഷൻ എടുക്കാൻ പറ്റും. അത്രയും കോൺഫിഡൻ്റ് ആണ്. കാരണം ഇവിടെ ഫുൾ അത്യാവശ്യം നല്ല ബയേഴ്സ് ഉണ്ട്. കാരണം ക്യാൻഡലിൻ്റെ ക്ലോസിങ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു സ്ട്രോങ് ക്ലോസിംഗ് ആണ് എല്ലാ ക്യാൻഡലും ചെയ്തിട്ടുള്ളത്. സോ മോസ്റ്റ് പ്രോബബിൾ ചാൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് റിജക്ഷൻ എടുത്ത് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് ഇത് മുകളിലോട്ട് ക്ലോസ് ചെയ്യാനാണ് ചാൻസ്. ബട്ട് ലെറ്റ്സ് സീ. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയ പോലെ 2 റെഡ് ക്യാൻഡിലൂടെ എവിടെയും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരാൻ. മാർക്കറ്റ് പലപ്പോഴും ഒരേ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. സോ ചില സമയത്ത് ആ ഒരു പാറ്റേൺ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ബട്ട് നോട്ട് ഓൾവേസ്. എപ്പോഴും അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. സോ നമുക്ക് നോക്കാം. ആ 15 മിനിറ്റ് ക്യാൻഡിൽ ഓൾവേസ് അത് ക്ലോസ് ചെയ്തിട്ട് എത്ര ലിക്വിഡിറ്റി എടുക്കുന്നതാണോ. 15 മിനിറ്റിൽ ക്ലോസിങ്ങിൻ്റെ അവിടുന്ന് ബൈ അടിച്ചാൽ മൊത്തം ഇവിടുന്ന് ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മാർക്കറ്റ്. ത്രീ മിനിറ്റ് ക്യാൻഡിൽ ഐ തിങ്ക് ഇത് ഇവിടുന്ന് ഈ റെഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഈ റെഡ് ക്യാൻഡിൽ ഇവിടെ നിന്നൊക്കെ സെൽ ഷോർട്ട് ചെയ്തവരെ മൊത്തം സ്റ്റോപ്പ് ലോസ് മുകളിൽ കാണും. അതായത് റീറ്റെയിലേഴ്സ് മൊത്തത്തിലുള്ള സ്റ്റോപ്പ് ലോസ് എല്ലാം ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിൽ കാണും. ഇവിടുത്തെ ഒരു ഏരിയ വെച്ചിട്ടായിരിക്കും എല്ലാവരും ട്രേഡ് എടുത്തിട്ടുണ്ടാവുക, സെൽ എടുത്തിട്ടുണ്ടാവുക. അതായത് ഇംപേഷ്യൻറ്റ് ട്രേഡേഴ്സ്, മൊത്തം ഇംപേഷ്യൻറ്റ് ട്രേഡേഴ്സ് ഇവിടെ കയറി കാണും ഓൾറെഡി. മാർക്കറ്റ് മിക്കവാറും ഓൾമോസ്റ്റ് 90% സമയവും മാർക്കറ്റ് റീറ്റെയിലേഴ്സിന് അവസരം കൊടുക്കാത്ത രീതിയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഇൻ കേസ് ഞാൻ ഇനിയിപ്പോൾ ഇവിടെ ബൈ എടുക്കുകയാണെങ്കിൽ എനിക്ക് അതിനൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല ബൈ എടുക്കാൻ. അതുകൊണ്ട് ഞാൻ ബൈ എടുക്കാതിരിക്കുക. ബട്ട് ഇവിടുന്ന് ബൈ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ഇത് EMIയുടെ മുകളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തേത് ഇവിടുത്തെ റിജക്ഷൻ തന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്യാൻഡിൽ. അപ്പം മിക്കവാറും ഇത് ബൈ സൈഡിലേക്ക് പോകാനാണ് ചാൻസ്. 90% ചാൻസും ബൈ സൈഡിലേക്ക് പോകാനാണ്. ബട്ട് ഇവിടുന്ന് റിജക്ഷൻ വരുവാണെങ്കിൽ ഇവിടുന്ന് നെക്സ്റ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ് നോക്കിയിട്ട് ഇവിടുന്ന് റിജക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ മിക്കവാറും മാർക്കറ്റിൻ്റെ പാറ്റേൺ മാർക്കറ്റ് എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഉണ്ട്, അത് കീപ്പ് ചെയ്യും. അപ്പം അത് അഥവാ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മളെ എത്രയാണോ നമ്മളെ റിസ്ക് അപ്പറ്റേറ്റ് അതിനനുസരിച്ച് നമ്മളെ റിസ്ക് അത് പോവും. അതല്ലെങ്കിൽ നമുക്കതിന് നമ്മൾ വിചാരിച്ച പോലെ ട്രേഡ് വർക്കൗട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ പ്രോഫിറ്റ് നമ്മൾ മേക്ക് ചെയ്യുന്നത് അത് വർത്തിട്ടായിരിക്കും ആ റിസ്ക് എടുക്കുന്നത്. ഈ ക്യാൻഡിൽ എല്ലാവരും ഇവിടുന്ന് സ്റ്റോപ്പ് ലോസ്, എല്ലാവരും സ്റ്റോപ്പ് ലോസ് ഇവിടെയൊക്കെ ഉണ്ടാവും മിക്കവാറും. അതെല്ലാം സ്റ്റോപ്പ് ലോസ് എല്ലാം ഹണ്ട് ചെയ്തു. ഇനി ഇൻ കേസ് ഇവിടുന്ന് റിജക്ഷൻ വരാണെന്നുണ്ടെങ്കിൽ വിച്ച് ഈസ് ദ ബെസ്റ്റ് ടൈം ടു സെൽ. ബട്ട് ഇൻഫാക്ട് ഇവിടുന്ന് റിജക്ഷൻ തരാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം അങ്ങനത്തെ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് ഒരു സെല്ല് എടുക്കുകയാണ്. ഐ നോ ദിസ് ഈസ് ഏർലി. ഭയങ്കര ധൃതി കൂട്ടിയിട്ടാണ് സെല്ലെടുത്തതെന്നുള്ളത് എനിക്കറിയാം. ബട്ട് എൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ $5 റിസ്ക് എടുക്കുകയാണ്. ആസ് ഐ സെഡ് ഇവിടുന്ന് മിക്കവാറും റിജക്ഷൻ കാരണം
ഇതിലാണ് ട്രസ്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റിൻ്റെ പാറ്റേൺ ഉണ്ട്, അതിൽ ട്രസ്റ്റ് ചെയ്യണം. പിന്നെ പ്രൈസ് ആക്ഷൻ, പ്രീവിയസ് റിജക്ഷൻ ഏരിയ ഉണ്ട് ഇവിടെ മൊത്തം. ഞാൻ കാണിച്ചു തരാം. ഇവിടെ റിജക്ഷൻ ഉണ്ട്, ഇവിടുന്ന് റിജക്ഷൻ ഉണ്ട്, ഇവിടെ നല്ല സെല്ലേഴ്സ് ഉള്ള ഏരിയ ആണ്, ഇവിടുന്ന് സെല്ലേഴ്സ് ഉണ്ട്. അപ്പം ഓൾമോസ്റ്റ് ഇത് റിജക്ഷൻ ഏരിയ ആയതുകൊണ്ട് ഞാൻ ആ റിസ്ക് എടുത്തതാണ്. സോ ലെറ്റ്സ് സീ ഹൗ മാർക്കറ്റ് വർക്ക്സ്. ഇൻഫാക്ട് ഇവിടുന്ന് ഇൻ കേസ് അടുത്ത ഈ ഒരു ക്യാൻഡിൽ 3 മിനിറ്റ് ക്യാൻഡിൽ റെഡ് ക്ലോസ് ചെയ്യാതെ ഗ്രീൻ ആണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ മേ ബി ഈ റിസ്ക് ഞാൻ ചിലപ്പോൾ മിനിമൈസ് ചെയ്യാൻ പറ്റും. ബട്ട് അത് ഡിസൈഡ് ചെയ്യാനുള്ള ക്യാൻഡിലാണ് ഇത്. ഞാൻ ടേക്ക് പ്രോഫിറ്റ് ഇപ്പം വെക്കാത്തതിന് കാരണം ഡിസൈഡ് ചെയ്യാനായിട്ടില്ല. ഇത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ആ ടേക്ക് പ്രോഫിറ്റ് എവിടെയാണെന്ന് വെക്കാമെന്ന് കരുതിയിട്ടാണ്. ഓക്കെ, ഇത് ഒരു ഡോജി ക്യാൻഡിലാണ് 5 മിനിറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, വിച്ച് ഈസ് നോട്ട് എ ഗുഡ് സൈൻ. ഞാൻ ഇൻഫാക്ട് ഈ 3 മിനിറ്റ് ക്യാൻഡിൽ അഥവാ ഗ്രീൻ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇൻഫാക്ട് എനിക്ക് റിസ്ക് 0 ആക്കാൻ പറ്റും. ഞാൻ റിസ്ക് 0 ചെയ്യണം, കാരണം ഡോജി ക്യാൻഡിൽ ഒരിക്കലും നല്ല സൈൻ അല്ല. ഐ മേക്ക് ദിസ് റിസ്ക് ഫ്രീ. ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ എല്ലാവരും കണ്ടല്ലോ. ഈ 5 മിനിറ്റ് ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിലാണ്, ആസ് വെൽ ആസ് ഇതൊരു ഡോജി ക്യാൻഡിലാണ്, വിച്ച് ഈസ് ഇൻഡിസിഷൻ ക്യാൻഡിൽ. ഈ ഇൻഡിസിഷൻ ക്യാൻഡിലാണ്, സോറി ഡോജി ക്യാൻഡിൽ എന്നാണ് ഞാൻ പറഞ്ഞത്, ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. കാരണം ബയേഴ്സും സെല്ലേഴ്സും രണ്ട് ഭാഗത്തു നിന്ന് റിജക്ഷൻ വന്നു ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് ഏത് ഡയറക്ഷനിലേക്ക് പോകുമെന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാത്തൊരു ക്യാൻഡിലാണിത്. സോ ബെറ്റർ ഐ മേക്ക് ദിസ് റിസ്ക് ഫ്രീ. ഞാൻ റിസ്ക് ഫ്രീ ആക്കിയിട്ടുണ്ട്. ലെറ്റ്സ് സീ ഹൗ ദിസ് ട്രേഡ് വർക്ക് ഔട്ട്.
സോ ഗൈസ്, നിങ്ങൾക്ക് കാണാമല്ലോ ഈ ട്രേഡ് എത്ര ഷാർപ്പായിട്ട് ഞാൻ എടുത്തിട്ടുള്ളതുണ്ട്. കാരണം പേഷ്യൻസ് മാർക്കറ്റിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ പേഷ്യൻസ് ഈസ് ദ കീ എന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. എന്താ പക്ഷെ നിങ്ങൾ കരുതും ഞാൻ ഇവിടുന്ന് ട്രേഡ് എടുത്തത് ഇൻപേഷ്യൻസി അല്ലേന്ന് കരുതും. ബട്ട് അല്ല, ഇവിടുന്ന് ഞാൻ റിസ്ക് എടുക്കുകയാണ്. കാരണം നമ്മൾക്ക് അത് റിസ്ക് എടുത്തേ പറ്റൂ. നമ്മളെ ട്രേഡ് കറക്റ്റ് നമ്മൾ റൂൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു പ്ലാൻ ചെയ്യാണ്. ഈ ഒരു ലൈനും ഇതൊക്കെ ഡ്രോ ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ട്രേഡ് എടുക്കാതിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അർത്ഥം എന്താ? കാരണം നമുക്ക് ഓൾറെഡി മനസ്സിലായി. ഈ ട്രേഡിങ് സൈക്കോളജി ഞാൻ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തതാണ് നിങ്ങൾക്ക്. ഇൻഫാക്ട് ഗൈസ്, ഇവിടുന്നൊക്കെ ബൈ അടിച്ചവരെ മൊത്തം ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. ഇത് ഇങ്ങനെ ഇത്ര ഫാസ്റ്റ് മൂവ്മെന്റ് ചെയ്യുമ്പം വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പം അതേപോലെ തിരിച്ച് റിട്ടേൺ കയറും. ബട്ട് വിൽ സീ ദിസ്, നമ്മൾ ഒബ്സർവ് ചെയ്യാം, അത്ര ചെയ്യാൻ പറ്റുള്ളത്. ഇപ്പം ഓൾമോസ്റ്റ് 50% വന്നു കഴിഞ്ഞു. ദിസ്
ഗൈസ്, സോറി ഇത്രയും സമയം സംസാരിക്കാൻ പറ്റില്ല. റീസൺ ഞാൻ കുറച്ച് വർക്കിലായിപ്പോയി അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ എനിക്ക് ഒന്ന് രണ്ട് കോൾസ് വന്നു, അതൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. സോ ഇൻഫാക്ട് ആ കോളൊന്നും വന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ട്രേഡ് കട്ട് ചെയ്യേണ്ടതായിരുന്നു. ബട്ട് കാരണം ഇവിടുന്ന് ഒരു ഭയങ്കര റിജക്ഷൻ വന്നത്, ഇതൊരു ഭയങ്കര ഡേഞ്ചർ റിജക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബട്ട് ഇൻഫാക്ട് ഇത് റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് കണ്ടത് കാരണം ഞാൻ ഹോൾഡ് ചെയ്തതാണ്. പിന്നെ അടുത്ത 15 മിനിറ്റ് ക്യാൻഡിലും റിജക്ഷൻ, മുകളിൽ നിന്ന് റിജക്ഷനാണ്, വിച്ച് മീൻസ് മുകളിൽ നിന്ന് നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട്. സോ ചാൻസസ് ആർ ഹൈ ഇത് അടുത്ത ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യണം, അതിനുള്ള ചാൻസസ് ആണ് കൂടുതൽ. സോ ലെറ്റ്സ് സീ ഹൗ ദിസ് ട്രേഡ് പ്ലേസ് ഔട്ട്. എൻ്റെ ടാർഗറ്റ് ഈ ലൈനാണ്. ഈ ലൈൻ ടച്ച് ചെയ്യാത്തത് കാരണമാണ് ഞാൻ ടാർഗറ്റ് ബുക്ക് ചെയ്യാതിരുന്നത്. ഇൻ കേസ് ഞാൻ വിചാരിച്ചത് ഈ ലൈനിന് റിജക്ഷൻ കാണിച്ച് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ അവിടുന്ന് മാനുവലായിട്ട് ട്രേഡ് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതല്ലെങ്കിൽ ഈ ലൈനും ബ്രേക്ക് ചെയ്തിട്ട് ഇവിടത്തെയൊക്കെ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ട്രേഡ് എത്രത്തോളം പ്രോഫിറ്റ് എടുക്കാൻ പറ്റും അത്രത്തോളം എടുക്കാൻ വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇപ്പം. കാരണം എനിക്കിപ്പോൾ 0 റിസ്ക്കാണ്. ഞാൻ 0 റിസ്കിലിട്ട് ചെയ്ത് കാരണം എനിക്ക് ഇതിൽ വലിയ എന്താ പറയുക, ഇത്രയും സമയം വെയിറ്റ് ചെയ്തു, എൻ്റെ എനർജി ഇതിലെടുത്തു എന്നല്ലാതെ. ബട്ട് ഇൻഫാക്ട് എനിക്ക് ഈ $10 ഇപ്പം പ്രോഫിറ്റും ഉണ്ട്, വേണമെങ്കിൽ ബുക്ക് ചെയ്യാൻ നിങ്ങൾ വിചാരിക്കും ഇപ്പം ഞാൻ ഗ്രീഡിനെസ് ആയിട്ടാണ്. പക്ഷേ ഗ്രീഡിനെസ് അല്ല, ഇത് എൻ്റെ സെറ്റ് ഓഫ് റൂൾസ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുകയാണ്. കാരണം ഇപ്പം ഞാൻ ഓൾറെഡി $5 പ്ലസ് പ്രോഫിറ്റിലാണ് ഇന്നത്തെ ദിവസം. സോ എൻ്റെ ഇന്നത്തെ ടാർഗറ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അച്ചീവ് ചെയ്തു. ഞാൻ $10 $15 ആക്കണം എന്നായിരുന്നു എൻ്റെ ടാർഗറ്റ്. അത് ഞാൻ അച്ചീവ് ചെയ്തു. ഇപ്പം ഇനി നെക്സ്റ്റ് $16 ഞാനത് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് നോക്കുകയാണ്. മീൻസ് അതെൻ്റെ ഒരു ഇതിനനുസരിച്ചിട്ടുണ്ടാവും, ഈ ട്രേഡ് എങ്ങനെ മൂവ് ചെയ്യുന്നുള്ള അനുസരിച്ചിട്ടുണ്ടാവും. സോ ഇൻഫാക്ട് ഇത് ഇപ്പം പ്രോഫിറ്റിലാണ്, ഗ്രീനിലാണ്. അപ്പം എത്രത്തോളം നമ്മൾ ഗ്രീനിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് ഹോൾഡ് ചെയ്യുക, എത്ര നമുക്ക് അതിന് മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. ബട്ട് പ്ലേ സ്മാർട്ട്ലി. ഇവിടുന്ന് അഥവാ ഈ ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ഇത് ഈ റെഡ് ക്യാൻഡിലിന് ശേഷം ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഈ റിജക്ഷൻ ഇല്ലാതെ ഇവിടെ വന്ന് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവിടുന്ന് സ്പോട്ടിൽ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കും. കാരണം പിന്നെ അത് ഹോൾഡ് ചെയ്യുന്നതിനോണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. സോ ഇനി നെക്സ്റ്റ് ടേണിംഗ് പോയിന്റ് ഈ ക്യാൻഡിലാണ്. ഇതിൻ്റെ 15 മിനിറ്റ്സ് ക്യാൻഡിൽ റെഡ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70% ചാൻസ് അടുത്ത ക്യാൻഡിൽ ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം മാർക്കറ്റ് ഓൾറെഡി ബിയറിഷാണ്, കാണാം ലോങ് ടൈം ഫ്രെയിമിൽ ബിയറിഷാണ് മാർക്കറ്റ്, കണ്ടല്ലോ. തേർട്ടി മിനിറ്റ്സിൽ ബിയറിഷാണ്. ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. ഇതിൽ ഒരു ഹയർ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു ഇത് ബേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ലോവർ ഹൈ, നെക്സ്റ്റ് ലോവർ ലോ, ഇതൊരു ലോവർ ഹൈ ആയിട്ട് കണക്കാക്കാം. കാരണം ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടില്ല മാർക്കറ്റ്. സോ ഇവിടുന്ന് റിജക്ഷൻ എടുത്തിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് പോകുന്നത്. സോ ലെറ്റ്സ് സീ അടുത്ത ക്യാൻഡിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇൻഫാക്ട് ഞാൻ വിചാരിക്കുന്നത് ഞാൻ എക്സോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം ഒരുപാടായി. ഞാൻ വർക്കിംഗ് പ്ലേസിലുമാണ്. സോ എനിക്ക് ക്ലോസ് ചെയ്ത് പോകേണ്ട സമയമായി. സോ ഈ സ്ക്രീൻ റെക്കോർഡിങ് ഇനി ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ എനിക്ക് ഈ ട്രേഡ് റൺ ചെയ്ത് കൊണ്ടുപോകാം ഞാൻ റൂമിലേക്ക് പോകുന്ന സമയത്ത്. ബട്ട് ഞാൻ ഇത് ക്ലോസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. കാരണം $10 ഇപ്പം $30 ആയി. ഇൻഫാക്ട് മാർക്കറ്റ് നല്ല വോളറ്റൈലാണ്. അപ്പം
അത്യാവശ്യം ഈ ഒരു ക്യാൻഡിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് തരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ഇവിടുന്ന് റിജക്ഷൻ എടുക്കുമോ ഇല്ല എന്നുള്ളത് നോക്കണം. 1 മിനിറ്റിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാം. 1 മിനിറ്റിൽ എന്താണെന്ന് വെച്ചാൽ 1 മിനിറ്റിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്യും. സോ ഞാൻ rather പ്രിഫർ ചെയ്യുക 5 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ ആണ്. ഏറ്റവും ലോവസ്റ്റിലേക്ക് പോകുമ്പോൾ 3 മിനിറ്റ് ക്യാൻഡിലൊക്കെയാണ് ഞാൻ പ്രിഫർ ചെയ്യുക. എൻട്രി ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ 1 മിനിറ്റ് ക്യാൻഡിൽ യൂസ് ചെയ്യാറുള്ളൂ. കാരണം 1 മിനിറ്റ് ക്യാൻഡിലിൽ മിക്കവാറും സമയം നമ്മളെ ഇമോഷൻസ് ഭയങ്കരമായിട്ട് ടെസ്റ്റ് ചെയ്ത് കളയും. ഇപ്പം തന്നെ ഇതിപ്പം 1 മിനിറ്റിലാണെങ്കിൽ സ്പോട്ടിൽ ഞാൻ എക്സിറ്റ് ചെയ്യേണ്ട സമയമായി. ഭയങ്കര റിജക്ഷൻ വന്ന് ഇവിടുന്ന് ഈ റിജക്ഷൻ വന്ന് ക്ലോസ് ചെയ്യുന്നത് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ, ഇപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ തോന്നും. ബട്ട് ലെറ്റ്സ് സീ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇത്രയും ഹോൾഡ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പ്രോഫിറ്റ് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാം. ഒരു $2 ഞാൻ ഇതിൻ്റെ താഴോട്ട് കൊണ്ടുവരാതെ കാരണം ഇതിൽ സ്പ്രെഡ് ഉണ്ടാവും. അപ്പോൾ സ്പ്രെഡ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചെറിയ സ്പൈക്ക് അടിച്ചിട്ട് ആ സ്പ്രെഡും കണക്ക് കൂട്ടണം. കാരണം ആ സ്പൈക്കിൽ നമുക്ക് ചിലപ്പം ആ ഇത് കട്ടാവും, ട്രേഡ് കട്ടായിട്ടായിരിക്കും പിന്നെ നമ്മളെ ഡയറക്ഷനിൽ പോവുക. അപ്പോൾ നമ്മളത് ചെയ്യേണ്ടില്ലായിരുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ടൈറ്റായിട്ട് ടേക്ക് പ്രോഫിറ്റ് ടൈറ്റായിട്ട് വെക്കാത്തത്. ഈ 5 മിനിറ്റ് ക്യാൻഡിൽ അടിപൊളി ബ്യൂട്ടിഫുൾ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത്. സോ കോൺഫിഡൻ്റ് ആണ്. അടുത്തതും ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ലെറ്റ്സ് സീ. അഥവാ റെഡ് ക്യാൻഡിൽ ഇവിടെ ഇതിൻ്റെ ബിലോയിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും ഒരു ഈ ലെവൽ ഇത് ക്രോസ് ചെയ്യും. ഇത് ഇവിടെ നിന്നും ലിക്വിഡിറ്റി എടുത്ത് ഓൾമോസ്റ്റ് ഇതുവരെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ ലെവൽ വരെ വരാൻ 90% ചാൻസ് ഉണ്ട് മാർക്കറ്റ്. അഥവാ ഈ ലൈൻ ക്രോസ് ചെയ്തിട്ട് ബിലോയിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ. ബട്ട് ഇൻഫാക്ട് ഞാൻ ഈ ലൈനിൽ ഞാൻ എൻ്റെ ടേക്ക് പ്രോഫിറ്റ് എടുക്കും. ഞാൻ വെയിറ്റ് ചെയ്യില്ല കൂടുതൽ, കാരണം എനിക്ക് സമയമായി. ഞാൻ ഓൾറെഡി എടുക്കാൻ വിചാരിച്ചതിനും കൂടുതൽ പ്രോഫിറ്റ് ആവുകയും ചെയ്തു. ഓക്കെ, ഐ ആം ഗോയിങ് ടു ക്ലോസ് ഇറ്റ് നൗ വിത്തൗട്ട് എനി ഇമോഷൻ. ഐ ജസ്റ്റ് ക്ലോസ് ഇറ്റ്. ഇന്നത്തെ എൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്കറിയാം. ഞാൻ $10 ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഫസ്റ്റ് ട്രേഡ് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണുമ്പോൾ അറിയാം. ഫസ്റ്റ് ട്രേഡ് ഞാൻ എടുത്തു. അത് ഇവിടെ ട്രേഡിംഗ് ഹിസ്റ്ററി ഇവിടെ കാണാൻ നിങ്ങൾക്ക് ക്ലോസ്ഡ് ട്രേഡ്സിൻ്റെ. ഫസ്റ്റ് ട്രേഡിൻ്റെ എൻ്റെ പ്രോഫിറ്റ് $6.94 ആയിരുന്നു. ഞാൻ ബൈ ആയിരുന്നു എടുത്തത്. ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈ എടുത്തു. ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ എസ്റ്റിമേഷൻ പ്രകാരം ഞാൻ ഇവിടുന്ന് സെല്ലെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ കറക്റ്റ് ആ റിസ്ക് എടുത്തു. $5 റിസ്ക്കും ഓൾമോസ്റ്റ് $10 റിവാർഡ് എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ബട്ട് ഞാൻ എൻ്റെ ഡയറക്ഷനിൽ ട്രേഡ് പോകുന്നത് കാരണം ഹോൾഡ് ചെയ്ത് റോളർ കോസ്റ്റർ ട്രേഡ് പോലെ ആയിരുന്നു. കാരണം ഓൾമോസ്റ്റ് എൻ്റെ പ്രോഫിറ്റ് മൊത്തം ഓൾമോസ്റ്റ് എക്സോസ്റ്റ് ആയി പോയിരുന്നു. ബട്ട് എൻ്റെ ഡയറക്ഷനിലായതുകൊണ്ട് ഞാൻ ഹോൾഡ് ചെയ്തു. സോ അച്ചീവ് ദ ടാർഗറ്റ്. ഇപ്പം ഇന്ന് ടോട്ടൽ ഞാൻ $25 പ്രോഫിറ്റിലാണ്. ഇൻഫാക്ട് എൻ്റെ ടാർഗറ്റ് ശരിക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് $10 ക്യാപിറ്റലിട്ട് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഞാൻ മനസ്സിൽ എൻ്റെ കാൽക്കുലേഷൻ ഉണ്ടായിരുന്നത് $15 ആയിരുന്നു, അല്ലെങ്കിൽ $5. അതായത് $5 ഒന്നുകിൽ എൻ്റെ അക്കൗണ്ട് $5 വരെ പോയിട്ട് ഡ്രോ ഡൗൺ ആയി $5 എത്തും, അതല്ലെങ്കിൽ $15 ഞാൻ എത്തിക്കും ഇന്നത്തെ ദിവസം. അതായിരുന്നു എൻ്റെ ടാർഗറ്റ്. സോ ഐ അച്ചീവ്ഡ് ഇറ്റ്. അതുകൊണ്ട് ഇൻഫാക്ട് ഞാൻ ഇവിടുന്ന് ഇത് ക്ലോസ് ചെയ്യുന്നത് കാരണം ചിലപ്പോൾ മാർക്കറ്റ് ഒരു ഇൻഡ്യൂഷൻ തരും ഇവിടുന്ന്. ബട്ട് ഇൻഫാക്ട് ഇത് മിക്കവാറും 90% ചാൻസും ഇത് സെൽ സൈഡിലേക്ക് പോകാനാണ്. കാരണം അത്രയും സ്ട്രോങ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം ജസ്റ്റ് മാർക്കറ്റ് ലിക്വിഡിറ്റി എടുക്കുകയാണ് എല്ലാവരും. പക്ഷെ ഇതെടുത്തിട്ട്
90% ചാൻസ് ഇത് ഇനിയും താഴോട്ടേക്ക് ഇറങ്ങാനാണ്. സോ ബട്ട് ടുഡേയ്സ് ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്തു. കാരണം ഇനി നമ്മൾ ട്രേഡ് എടുക്കുന്ന ഇപ്പോൾ 2 ട്രേഡ് ഇനഫാണ് ഒരു ദിവസം. അതും പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇനഫ്, മോർ ദാൻ ഇനഫാണ്. സോ ഞാൻ വിചാരിച്ചതിലും കൂടുതൽ പെട്ടെന്ന് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റി, അൽഹംദുലില്ലാ. സോ ഐ എം ക്ലോസിങ് ദ ഡേ. See you guys in next trading session. Bye bye.